ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിണ്ണം കാച്ചി പ്രാങ്ക് അവിടെ നടന്നുകൊടുക്കുന്നത് കേട്ടോ. ഞാൻ പ്രാങ്കിൻ്റെ ആളെയൊക്കെ വിളിച്ചു ഏർപ്പാടാക്കി എല്ലാം സെറ്റാക്കി ആൾ വന്നിട്ടുണ്ട്. പ്രാങ്ക് കൊടുത്ത് എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. സക്സസ് ആയെന്ന് പറഞ്ഞാൽ 100% സക്സസ് ആയി. ആൾ കരയാനടക്കായി. ഞാൻ പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിനുള്ള എക്സ്പ്രഷനാണ് ആ കാണിക്കുന്നത്. പ്രാങ്കും പിന്നെ ചോക്ലേറ്റ് ഹാമ്പറുമാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ ഇവിടെ ഇപ്പോൾ കേക്ക് കട്ടിങ്ങാണ് നടന്നുകൊടുക്കുന്നത്. കുറേ ആളൊന്നുമില്ല, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കേക്ക് ഒരു കഷ്ണം അമ്മച്ചന് വെച്ചെടുക്കാന്ന് പറയാൻ വിട്ടു. ഹാപ്പി ബർത്ത്ഡേ ശ്രാവണ എൻ്റെ അച്ഛൻ. നിങ്ങൾ കേക്ക് മേൽ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മച്ചനാണ്. അമ്മച്ചൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല, എന്നാൽ പോലും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ രണ്ടാളുടെ ബർത്ത്ഡേ ഞങ്ങൾ എന്നും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഒരു പീസ് ഓഫ് കേക്ക് നമ്മളവിടെ അമ്മച്ചന് വെച്ച് കൊടുത്തു. എന്നിട്ടാണ് നമ്മളെല്ലാവരും കഴിച്ചത്. അങ്ങനെ പിന്നെ മെയിൻ ഐറ്റം ബിരിയാണി. അമ്മ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറേ കഴിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഞാനൊരു ഫംഗ്ഷന് പോയി, അവിടെ നിന്നും ബിരിയാണി കഴിച്ചു. ഇവിടെ വന്നപ്പോൾ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ എന്തായാലും ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എന്തായാലും ബിരിയാണി കണ്ടാൽ കഴിക്കാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ ഇവിടെ നിന്നും കഴിച്ചു, അവിടെ നിന്നും കഴിച്ചു. വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കലാണ്. ഓരോരുത്തർ കൊടുത്ത ഗിഫ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പം കാണിക്കുന്നത് ഒരു കപ്പാണ്. അത് കഴിഞ്ഞ് അമ്മ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂ. എനിക്കെന്തായാലും ഷൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഹീലുള്ള നല്ല ഒരു ഷൂ മോഡലാണ്, എന്നാൽ ഇപ്പോൾ ഒരു ചെരുപ്പമാണ്. അതെനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. ഗിഫ്റ്റ് കൊടുത്തത് അമ്മമ്മയാണെങ്കിൽ പോലും ഈ ഐറ്റംസൊക്കെ സെലക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ക്യൂട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അത്ര അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും അവൾ കൊടുക്കുന്നുണ്ട്. മണത്തൂക്ക് നല്ല സ്മെല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു. മൂപ്പർക്ക് എന്തായാലും അത്രയൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ മൂപ്പര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്നറിയോ? ഞാൻ തുറക്കാൻ പോകുന്ന സാധനം ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറയും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നിൽക്കുന്നൊരു സ്റ്റിക്കറാണല്ലേ കവായി സ്റ്റിക്കേഴ്സ്. അവളിടയ്ക്ക് ജേണലൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. തന്നെ അവൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എനിക്കറിയുന്നു. അത് മൂപ്പർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മിരൂട്ടൻ ഇത് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് പോകാമെന്ന്. മൂപ്പർക്ക് പോകാൻ തീരെ ഇഷ്ടമുണ്ടായില്ല, എന്നാൽ പോലും പോവാന്ന്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.